നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഉഡായിപ്പ് തങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആറ്റക്കോയ തങ്ങൾ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ വലിയ മഹാനായിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ദുരിതങ്ങളായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ആകാശത്തിന് താഴെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. പുള്ളി ഒരു ചികിത്സാ കേന്ദ്രമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ കേന്ദ്രത്തിൽ നടക്കുന്നത് തട്ടിപ്പാണ്. ഇയാളുടെ ഈ തട്ടിപ്പിന് കൂടുതലും ഇരയാകുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ്. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെയാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീകളുടെ കയ്യിൽ നിന്നൊക്കെ പണം ഇയാൾ പിരിച്ചെടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പൈസ, ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു വരുമാനമാണല്ലോ. വിശ്വാസം വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണല്ലോ. ആ പരിപാടിയാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഈ തങ്ങളുടെ വേറൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയ മഹാനെയാണല്ലോ ഞാൻ കുറ്റം പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചു പോയി. അദ്ദേഹം വലിയ മഹാനാണ്. നമ്മളാരും വിചാരിച്ച പോലത്തെ ഒരു വ്യക്തിയല്ല. മനുഷ്യന്മാർക്ക്, നോർമൽ ആയിട്ടുള്ള സാധാരണയുള്ള മനുഷ്യന്മാർക്ക് ഇല്ലാത്തതിനേക്കാട്ടിൽ കൂടുതൽ കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങേ അല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ആ കഴിവുകളൊക്കെ കൊടുത്തത് അള്ളാഹു ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഏതായാലും അത്രയും കഴിവുള്ള മനുഷ്യനെ ഞാൻ കുറ്റം പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കുറ്റബോധം ഇപ്പോൾ ഉണ്ട്. നമുക്ക് നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ ഭാഷയല്ലേ മനസ്സിലാവത്തുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും വരെ ഭാഷ മനസ്സിലാവും. പക്ഷികൾ എന്തിനാണ് കാഷ്ടിക്കുന്നത്, പക്ഷികൾ എന്തിനാണ് കരയുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും കഴിവുള്ള വ്യക്തിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ആ വീഡിയോ കണ്ട് നിങ്ങളും കൂടി ഒന്ന് അത്ഭുതപ്പെടും. തങ്ങളുടെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ന്യായമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഞാൻ ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകൾ. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു ഞാമത്താ. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നതെന്താ നമുക്കറിയാം. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഒക്കെ പറയണല്ലോ. പുള്ളിയുടെ കഴിവ് അപാരമാണല്ലേ. എന്നാലും പുള്ളിക്ക് യാതൊരു രീതിയിലുള്ള ഉളുപ്പും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. പരസ്യമായിട്ട് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ്. അത് പൊട്ടത്തരമാണ് പറയുന്നത്, അത് പറയാൻ പാടില്ല എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പുള്ളിക്ക് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുമോ? നമ്മുടെ നാട്ടിലെ കാക്കകൾക്കൊക്കെ ഇത്രയും കഴിവുണ്ട്. സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും, സ്ത്രീകൾക്ക് എപ്പോഴാണ് ആർത്തവം വരുന്നത്, ഇപ്പൊ സ്ത്രീകൾ ആർത്തവത്തിലാണോ എന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് കാക്കകൾക്കുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ കാക്കകൾ ഈ തങ്ങളോട് പറഞ്ഞു, കാഷ്ടിച്ച് കാണിച്ചു. ഓഹ്, പൊട്ടത്തരമെന്നല്ലാതെ ഇതിനൊക്കെ എന്താണ് പറയുന്നത്? സ്വന്തമായിട്ട് സ്വയം അങ്ങ് അവഹേളിക്കുകയാണ്. അയാളെ തന്നെ അയാൾ അവഹേളിക്കുകയാണ്. അയാളുടെ മതത്തെയും അയാൾ അവഹേളിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ആർത്തവം വരുന്നത് കാക്കകൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആ കാക്കകൾ ഈ സ്ത്രീകൾ വന്ന് കൊടിമരത്തെ തൊടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ മുമ്പിൽ കാഷ്ടിച്ച് കാണിച്ചു. അത് തങ്ങൾക്ക് മനസ്സിലായി. ആ കഴിവ് കൊടുത്തത് ആരാണ്? ദൈവം. തങ്ങൾക്ക് ആ കഴിവ് കൊടുത്തത് ദൈവമാണ്. എന്നിട്ട് സ്ത്രീകൾ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ഒരു മതില് പോലെ കെട്ടി. എന്നാൽ ഈ മതില് കെട്ടിയത് ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ നോക്കിക്കോ, ആ ഫോട്ടോ കണ്ടോ? കിടക്കണ കിടപ്പ് കണ്ടോ? എന്തുവാ കിടക്കുന്നേ? പൈസ. അപ്പൊ പുള്ളി കണ്ടത് കാക്ക കാഷ്ടിക്കുന്നതൊന്നുമല്ല. അവിടെ വന്നു പോകുന്ന ആൾക്കാർ ഈ കൊടിമരത്തെ വലം വെച്ചിട്ട് കൊടിമരത്തിന്റെ ചുവട്ടി പൈസ ഇടുന്നത് പുള്ളിക്കാരൻ കണ്ടു. അപ്പൊ പൈസ ഇടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ചൊക്കെ വീഴും പൈസ. അപ്പൊ ആ പൈസ സുരക്ഷിതമായിട്ട് അവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കൊടിമരത്തിന് ചുറ്റും ഒരു കിണർ പോലെ ഇങ്ങനെ മതിൽ കെട്ടണം. അങ്ങനെ കിണർ പോലെ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഇടുന്ന പൈസ, വിശ്വാസികൾ ഇടുന്ന പൈസയെല്ലാം അവിടെ കിടക്കും. പിന്നെയും ആൾക്കാർ വരുമ്പോൾ ഇതിനകത്ത് പൈസ ഇടേണ്ട സ്ഥലമാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അതിനകത്ത് പൈസ ഇടും.
അതിനകത്ത് കിടക്കുന്ന പൈസ കണ്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ അതിനകത്ത് വീണിട്ടുണ്ട്. എന്നാൽ ഈ പൈസ കിടക്കുന്നത് പോലും പുള്ളിക്കാരൻ കണ്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു കിണർ പോലെ അതിന് ചുറ്റും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് സ്ത്രീകളുടെ ആർത്തവുമായിട്ട് കണക്ട് ചെയ്ത്. കാക്ക കാഷ്ടിച്ചപ്പോൾ മനസ്സിലായി. വിവരവും ബോധവും ഒന്നും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം പരിഹാസപാത്രമാകുന്നത്? എന്നിട്ട് ഈ പൈസ ഇടുന്നതിനെ കുറിച്ചിട്ട് അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അത്യാവശ്യം വിവരമുള്ള ഒരു ഉസ്താദാണ്. കാരണം പുള്ളിക്കാരൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കാറുണ്ട്. എല്ലാ മതഗ്രന്ഥത്തെക്കുറിച്ചും പുള്ളിക്കാരന് അറിവുണ്ട്. നല്ല രീതിയിൽ അറിവുള്ള, ആരെ പരിഹസിക്കാത്ത, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അൻസാരി ഉസ്താദ് ഈ തങ്ങളെ വിളിച്ച് ചോദിച്ചു, ഈ കിണറ്റിനകത്ത് കിടക്കുന്ന പൈസയൊക്കെ ആരുടേതാണ്? അപ്പൊ തങ്ങളുടെ മറുപടി നിങ്ങൾക്ക് കേൾക്കണ്ടായോ? ഞാൻ കേൾപ്പിച്ചു തരാം. ശരി, പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിരുന്നതിന് വേണ്ടിയാ? അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. താങ്കൾ എനിക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, താങ്കളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹം പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ പൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ്? ഈ ഒരു ഞാനത് എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ 8 ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങൾ മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ്. ബബ്ബ അടിക്കുന്ന കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ, ആദ്യം കാണിച്ച വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് മണിക്കൂറുകൾ ഇടവിട്ട് പുള്ളിക്കാരൻ അവിടെ വരാറുണ്ടെന്ന്. രണ്ടാമത്തെ വീഡിയോയിൽ ആ പൈസയുടെ കാര്യം ചോദിച്ച പുള്ളിക്കാരൻ പറയുന്നത് ആ പൈസ അതിനകത്ത് കിടക്കുന്നത് പുള്ളിക്കാരൻ കണ്ടില്ലെന്ന്. ഈ മണിക്കൂറുകൾ ഇടവിട്ട് ആ സ്ഥലം സന്ദർശിക്കുന്ന പുള്ളിക്കാരൻ ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ പൈസ കിടക്കുന്നത് മാത്രം കണ്ടില്ല. അതപ്പോൾ എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കണ്ണ് എവിടെയായിരുന്നു? ഇത്രയും നാളും പുള്ളിക്കാരൻ കൊടിമരത്തിന്റെ മുകളിലോട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, കാക്ക കാഷ്ടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം മതിൽ കെട്ടിയതോട് കൂടിയിട്ട് കൊടിമരത്തിന്റെ മുകളിലോട്ട് നോക്കിയില്ല, താഴോട്ട് നോക്കിയില്ല. മണിക്കൂറുകൾ ഇടവിട്ട് വന്നുകൊണ്ടിരുന്ന തങ്ങള് ഈ പൈസ കിടക്കുന്നത് മാത്രം കണ്ടില്ല. എന്നിട്ട് ഈ പൈസ തിരിച്ചു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്തുവാ ബബ്ബ അടിക്കുകയാണ്. അതിന് മറുപടി പറയാൻ പോലും ഇല്ല. കഷ്ടം തന്നെ. ഈ തട്ടിപ്പ് നടത്തിയാൽ മാത്രം പോരാ, അത് പിടിച്ചു നിൽക്കാനും കൂടി ഒരു കഴിവ് വേണം. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനും കൂടി കഴിവ് വേണം. അതിന് കഴിവില്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പോകരുത്. പൈസ അതിനകത്ത് ഇടുന്നു, ഓക്കെ, അത് ഞാൻ പൈസ അതിനകത്ത് ഇടുന്നു എന്ന് പറയുവാണ്, സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സമ്മതിക്കാൻ അയാൾ തയ്യാറല്ല. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ കൊടിമരമുണ്ട്. അതിപ്പോ അമ്പലത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് കൊടിമരം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം സ്ഥാപിച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടി ഞാൻ വേറെ എങ്ങും പള്ളിയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പള്ളികളുടെ ഇവിടെ കൊടിമരത്തിന് ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടി അതിനകത്ത് പൈസ നിക്ഷേപിക്കുന്ന പരിപാടിയൊന്നും ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്? അങ്ങനെ കിണർ പോലെ കെട്ടാൻ കാരണം സ്ത്രീകളാണ്. സ്ത്രീകൾ കാരണമാണ് അങ്ങനെ കെട്ടിയത് എന്നൊരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് കിണർ പോലെ കെട്ടി അതിനകത്ത് 1-2 ആൾക്കാർ പൈസ ഇടുമ്പോൾ പിന്നെ എല്ലാ ആൾക്കാരും റിപ്പീറ്റ് ചെയ്ത് അതിന് ചുവട്ടിൽ പൈസ ഇടേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി പൈസ ഇടും. അപ്പൊ പൈസ എല്ലാം ഒന്നിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ കിണർ കെട്ടിയത്. എന്നിട്ട് ഇപ്പൊ ബബ്ബ അടിക്കുന്നു. ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്യുന്നത്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുന്നത്. ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇത്തരത്തിൽ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉഡായിപ്പുകളെയും ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിപ്പോൾ ഏത് മതവിശ്വാസത്തിലുള്ളവരാണെങ്കിലും. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്രയും സയൻസ് ഡെവലപ്പ് ചെയ്ത് ഇത്രയും വിവരമുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള വിവരമില്ലാത്തവന്മാരുടെയൊക്കെ മുമ്പിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടല്ലോ പൈസയുമായിട്ട്. വിശ്വാസമൊക്കെ ആവശ്യമാണ്, പക്ഷെ ആ വിശ്വാസം അമിതമാവാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ആ അമിതമായിട്ടുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഇതുപോലെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെ ചൂഷണം ചെയ്യും, അത് ഉറപ്പാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ അവസാനം പോകും. എല്ലാ മതവിശ്വാസികളുടെ ഇടയിലും ഇത്തരം ചൂഷണക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഒന്നിച്ചു നിന്ന് നേരിടണം. അതാണ് വേണ്ടത്.